പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഖാദർ അലി ട്രോഫി ഫുട്ബോൾ ഫൈനൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി കളിക്കാരും കാണികളും ഉൾപ്പെടെ എല്ലാവരും റോഡ് സുരക്ഷാ പ്രതിജ്ഞയെടുത്തു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ക്ലബ്ബ് ആദരിച്ചു. ജനുവരി 11 മുതൽ 17 വരെ റോഡ് സുരക്ഷാ വാരാചരണമാണ്. ഇതിന്റെ ഭാഗമായി ഖാദർ അലി ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന് ആളുകൾ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ റോഡ് സുരക്ഷാ പ്രതിജ്ഞ മുഴങ്ങി. ഓരോ വ്യക്തിയും വാഹനം ഉപയോഗിക്കുമ്പോൾ ശരിയായ വിധത്തിൽ ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ MVI മുഹമ്മദ് ഷെഫീഖ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കാണികൾ മൊബൈൽ വെളിച്ചം തെളിയിച്ച് പ്രതിജ്ഞ ഏറ്റുചൊല്ലി. റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ജോയിന്റ് RTO M രമേശന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രതിജ്ഞ ചൊല്ലൽ നടന്നത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് ഷെഫീഖ്, MK പ്രമോദ് ശങ്കർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ KK മുഹമ്മദ് ബഷീർ, K പ്രദീപ് എന്നിവർ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ഖാദർ അലി ക്ലബ്ബ് അനുമോദിച്ചു. നഗരസഭാ ചെയർമാൻ P ഷാജി ഉപഹാരങ്ങൾ കൈമാറി. ഖാദർ അലി ഫുട്ബോൾ ടൂർണമെന്റിന്റെ മുഴുവൻ മത്സരങ്ങളുടെയും ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ ബാബു പുലാക്കൽ, ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് വളണ്ടിയർമാർ, അൻഡമിനിൽ നടന്ന ദേശീയ ജൂനിയർ സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ കേരള ടീം അംഗം ഫിദീൻ തിരൂർക്കാട്, ഗോവയിൽ നടന്ന ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ സൂര്യശങ്കർ പാതാക്കര, ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കാണികളിൽ ആവേശം നിറച്ച അനൗൺസർമാരായ അക്ബർ സിദ്ദീഖ് പാണ്ടിക്കാട്, നിസാർ പട്ടാമ്പി എന്നിവരെയാണ് ആദരിച്ചത്. ഇന്ത്യൻ സബ് ജൂനിയർ നയൻസ് ഫുട്ബോൾ ടീം താരമായ ഒസാമ പച്ചേരി നേതൃത്വം നൽകുന്ന ഫുട്ബോൾ അക്കാദമിയിലേക്ക് പ്രവാസി സഹകരണ സംഘം നൽകിയ ബൂട്ട് കിറ്റുകൾ ചടങ്ങിൽ കൈമാറി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.